ഗുഡ് മോർണിംഗ് ഗൈസ്, ഇറ്റ്സ് മീ കോച്ച് ബി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് പ്രോട്ടീൻ ഇൻടേക്ക്. നമുക്കറിയാം, ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, അതേപോലെ തന്നെ ഹൈപ്പർട്രോഫിക്ക് ശ്രമിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഫാറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാർ, ഈ മൂന്ന് പേരും എങ്ങനെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾസ് എടുക്കാം. ഒരു സിഡൻഡറി ആയിട്ടുള്ള ആൾ, ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്. സിഡൻഡറി എന്ന് പറഞ്ഞാൽ നോൺ ആക്റ്റീവ് ആണ്. സോ നമ്മളുടെ 60 കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 60 ഗ്രാം പ്രോട്ടീൻ എടുത്തിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി വെയിറ്റ് ഇൻറ്റു 1. അങ്ങനെയാണ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാൾ. അതല്ല, നിങ്ങൾ ഹൈപ്പർട്രോഫിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1.2 to 2.2 ഗ്രാം ആണ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ 2 ഗ്രാം വരെ ചെയ്താൽ മതി. സോ 60 × 2 120 ഗ്രാം പെർ 8. ഇനി നിങ്ങൾ അതല്ല, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലോസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 100 kg ഉണ്ട്. നിങ്ങൾ ടാർഗറ്റ് 70 kg ആണ്. സോ നിങ്ങൾ വന്നിട്ട് ഡബിൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടാർഗറ്റഡ് വെയിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 70 kg × 2 അത് = 140. അല്ലാതെ നിങ്ങൾ 100 kg ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. എക്സസ് ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടാർഗറ്റഡ് വെയിറ്റ് എത്രയാണോ അതിൽ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. സോ ഇതാണ് പ്രോട്ടീൻ ഇൻടേക്ക്. നിങ്ങൾ അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു മീൽ മൊത്തമായിട്ട് കഴിക്കാതെ നമ്മൾ ഒരു 4 to 5 മീൽസ് സെപ്പറേഷൻ ചെയ്തിട്ട് പോർഷൻ സൈസ് ആക്കിയിട്ട് കഴിക്കുക. ഒരു 3 to 4 hours ഗ്യാപ്പ് കൊടുത്തിട്ട് മീൽസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് ഈസ് കോച്ച് ബി സൈനിങ് ഓഫ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.